ഓസ്ട്രേലിയയുടെ ഡാർവിനിൽ നിന്നും സെൻട്രൽ ഓസ്ട്രേലിയയിലേക്ക് ഒരു വലിയ നീണ്ട യാത്ര. ആ സ്റ്റുവർട്ട് ഹൈവേ എന്ന് പറയുന്ന ആ അതിമനോഹരമായിട്ടുള്ള അതിവിജനമായിട്ടുള്ള കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ആ ഒരു വഴിയിലൂടെ ഒരു 12,000 കിലോമീറ്റർ വരുന്ന യാത്ര. ആ യാത്രയാണ് ഞാനിപ്പോൾ എൻ്റെ ഫോർഡ് റേഞ്ചറുമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ടെക് ട്രാവലിറ്റ് ഓസ്ട്രേലിയയുടെ കാണാ കാഴ്ചകൾ തേടി റൂറൽ റിമോട്ട് ഓസ്ട്രേലിയ, ഇതുവരെ അധികം ആരും കാണാത്ത ഓസ്ട്രേലിയയുടെ മനോഹരമായ കാഴ്ചകൾ തേടിയുള്ള നമ്മളുടെ ആ യാത്ര ഇവിടെ ആരംഭിക്കുന്നത്. ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത സംഭവമായിരുന്നു. അതായത് നമ്മൾ ഒരു നാട്ടിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കിനും ആ നാട്ടില് നമ്മൾ താമസിക്കുന്ന ഹോട്ടലില് വി ആർ മീറ്റിംഗ് എ മലയാളി മാനേജർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ദാറ്റ്സ് സർപ്രൈസിങ്. എന്തായാലും pleasure meeting you. Nice to meet you. Yeah. All the best for you. Thank you. അപ്പോൾ ഇന്ന് നമുക്ക് ഏകദേശം 700 കിലോമീറ്റർ ആണ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഞാൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ആലീസ് സ്പ്രിങ്സ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഈ ആലീസ് സ്പ്രിങ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് ഇവിടെ നിന്ന് 1500-1600 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്തെടുത്താൽ, കാരണം 130 കിലോമീറ്റർ വേഗതയിൽ പോകാമല്ലോ. പക്ഷെ നമ്മൾ ചത്തുപോകും എത്തുമ്പോഴത്തേക്കിന് ടപ്പ് കയറിക്കും. അപ്പോൾ അത് വേണ്ട, ഇന്ന് നമ്മളൊരു 700 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടെനൻ ക്രീക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് ഫസ്റ്റ് പോകാൻ പോകുന്നത്. ഈ ടെനൻ ക്രീക്കിലേക്ക് പോകുമ്പോഴത്തേക്കിനും അത് വലിയൊരു ഡേഞ്ചറസ് സ്ഥലമാണ്. അവിടെ പോയി നിൽക്കണ്ട, എല്ലാവരും സ്ട്രെയിറ്റ് ആലിസ് സ്പ്രിങ്സിലേക്ക് പൊക്കോ എന്നാണ് ഇവിടെ ഉള്ള എല്ലാ മലയാളികളും എന്നോട് പറഞ്ഞത്, എല്ലാ ആൾക്കാരും പറഞ്ഞത്. പക്ഷേ എനിക്ക് അത്രയും ഡ്രൈവ് ചെയ്ത് റിസ്ക് എടുത്ത് പോകാൻ വയ്യ. ഞാൻ എന്തായാലും ഇന്ന് ടെനൻ ക്രീക്കിലാണ് നിൽക്കാൻ പോകുന്നത്. അവിടെ ഒരു മോട്ടൽ നോക്കി, അവിടെ ആകെ 3 ഹോട്ടൽസേ ഉള്ളൂ. അതിലൊരെണ്ണം ഞാൻ ബുക്ക് ചെയ്ത്, വേറെ വഴിയില്ല. ഓക്കെ, അപ്പോൾ രാവിലെ നമുക്ക് പെട്രോൾ ഫില്ല് ചെയ്യണം, ഡീസൽ അടിക്കണം. പിന്നെ നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. കുറച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം, കാരണം ഇനിയിപ്പോൾ 500 കിലോമീറ്റർ കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കാണുള്ളൂ. സോ വി വിൽ നോട്ട് ഗെറ്റ് എനിത്തിങ്. സോ ഫസ്റ്റ് വി ഡു ദാറ്റ് ഫസ്റ്റ്. അതൊക്കെ നമ്മൾ തന്നെ ഇറങ്ങി വന്ന് ഡീസൽ അടിക്കണം. വേറെ ആരും അടിച്ചു കയറത്തൊന്നുമില്ല, നമ്മൾ തന്നെ അടിക്കണം. നമ്മൾ ഡീസലല്ലേ ഇത്, ഡീസലും പെട്രോളും എല്ലാം ഒരൊറ്റ സ്ഥലത്താണ്. സോ യു ഫിൽ ദ ഡീസൽ. ഇവിടെ ആരുമില്ല, നമ്മൾ ഡീസൽ അടിക്കുക, അകത്ത് പോയി പൈസ കൊടുക്കുക. ഇനിയിപ്പോൾ ഡീസൽ അടിച്ചിട്ട് പോയില്ലെങ്കിൽ 10-600 കിലോമീറ്ററിനുള്ളിൽ പമ്പൊന്നും കിട്ടിയില്ലെങ്കിൽ, അത് മാത്രമല്ല ഇൻറ്റീരിയർ റിമോട്ട് സ്ഥലങ്ങളിൽ പമ്പ് ഉണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ റേറ്റ് കൂടുതലായിരിക്കും. ഇവിടെ ഓക്കെ റേറ്റ് ആയിരിക്കും. ഇന്ന് നന്ദഗോവിന്ദ ഭജൻസിൻ്റെ കൂടെയാണ് ഞാൻ യാത്ര ചെയ്യാൻ പോകുന്നത്. ഇന്ന് ട്രാവൽ ചെയ്യുന്ന സമയത്ത് കേൾക്കാനായിട്ട് നന്ദഗോവിന്ദ ഭജൻസിൻ്റെ ഒരു വലിയൊരു പ്ലേലിസ്റ്റ്, എനിക്കറിയില്ല, യൂട്യൂബിൽ അവരെ പറ്റി അവരുടെ എന്തൊക്കെ വീഡിയോസ് ഉണ്ടോ അതെല്ലാം ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 19 പാട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്ന് അത് കേട്ടിട്ട് നമുക്ക് ഭജൻസ് ഒക്കെ പാടി ട്രാവൽ ചെയ്യാം, യാത്ര ചെയ്യാം. രസമാണ് കേട്ടോ, ഡ്രൈവ് ചെയ്യുമ്പോൾ കേൾക്കാൻ ഭയങ്കര രസമാണ് അവരുടെ പാട്ടുകൾ, അല്ലെങ്കിലും കേൾക്കാൻ ഭയങ്കര രസമാണ്. സോ നല്ല പീസ്ഫുൾ ആയിട്ട്. ഇവിടെ ഡീസലിന് ഇപ്പം ഞാനിപ്പോൾ 40 ലിറ്റർ ഡീസൽ അടിച്ചു. 40 ലിറ്റർ ഡീസലിന് ഇവിടെ $68 റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ 4000 രൂപ. ഈ രാവിലെ നമുക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഐ തിങ്ക് ഇവിടെ ഒരു വൂൾസ്വർത്ത് എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ പോയിട്ട് എന്തെങ്കിലും ഫുഡ് കാര്യങ്ങളും ഗ്രാബ് ചെയ്തിട്ട് നമുക്ക് പോകാം. വണ്ടി വിട്ടപ്പോഴത്തേക്കിനും കണ്ടോ കാണിക്കുന്നത്, സ്ട്രെയിറ്റ് 672 കിലോമീറ്റർ സ്ട്രെയിറ്റ് പോകാൻ. എനിക്ക് നാഗ പോകേണ്ട 673 കിലോമീറ്റർ ആണ്. അതിനകത്ത് 672 കിലോമീറ്റർ സ്ട്രെയിറ്റ് പോകാനാണ് വണ്ടി വിട്ടപ്പോഴത്തേക്കിനും കാണിക്കുന്നത്. ഞാൻ രാവിലെ അവിടെ നിന്ന് കുറച്ച് ഫ്രൈഡ് റൈസും കുറച്ച് ബീഫിൻ്റെ കറിയും ചിക്കൻ്റെ കറിയും കൂടെ മിക്സ് ചെയ്ത് വാങ്ങിച്ചു. അതിന് $15 ആയി കേട്ടോ. $15 എന്ന് പറയുമ്പോഴത്തേക്കിനും അത്യാവശ്യമായി, 1000 രൂപ ആ റേഞ്ചായി. എക്സ്പെൻസീവ് ആണ്. നമുക്കിപ്പോൾ കഴിക്കണ്ട, കുറച്ച് കഴിഞ്ഞ് കഴിക്കാം. നമുക്ക് ആദ്യം ഒരു 100-150 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യാം, അതല്ല നല്ലത്. ഇപ്പോൾ സമയം ഇപ്പോൾ രാവിലെ 9 മണിയായി, 9:15 ബോഡി കിടക്കണമെന്ന് വിചാരിച്ചാൽ. ഇന്നിപ്പോൾ എനിക്ക് എൻ്റെ എക്സ്പെക്റ്റഡ് അറൈവൽ എന്ന് പറയുന്നത് ഒരു 4 മണിയൊക്കെയാണ്. ഒരു 5 മണിക്ക് മുമ്പെങ്കിലും നമുക്ക് അവിടെ എത്തണം. വൈബല്ലേ സംവേർ ഇൻ ദ നോവേർ. ഞാൻ ഇവിടെ വാസ്കന്ന് ഇപ്പം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇവിടെ ഒരു പാർക്കിംഗ് സ്പേസ് കണ്ടു. വരുന്ന വഴിക്ക് നമുക്ക് എന്തോരോ ആൾക്കാർ സഡൻ ബ്രേക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം, പാടുകൾ കണ്ടെന്നറിയോ ഞാൻ. കാങ്കരൂസും പിന്നെ വേറെന്തോ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചാടുന്നേ റോഡിൽ ഭയങ്കരമായിട്ട്. അതാണ് ഇതിനകത്ത് ഈ റോഡിൽ ഏറ്റവും വലിയ പ്രശ്നം അതാ. അതുകൊണ്ട് വണ്ടികൾക്കെല്ലാം മുമ്പിൽ മറ്റേ ബാറൊക്കെ ഉണ്ടാവും. അതില്ലാത്ത വണ്ടിയാണെങ്കിൽ ചാടി കഴിഞ്ഞാൽ വണ്ടിയുടെ അടപ്പ് കടിക്കും. ചെറിയ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപകടം ഉണ്ടാവുമല്ലോ. ഇവിടെ പുറത്തൊരു കാഴ്ചയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ടെർമേറ്റ്സ് കണ്ടിട്ടില്ലേ? ടെർമേറ്റ്സ് കണ്ടിട്ടുണ്ടോ? ഇതൊരു ട്രക്ക് ലേബൈ പോലത്തെ ഒരു സ്ഥലമാണ്. ഒരു റോഡ് പണിതിട്ടിരിക്കുന്ന ആ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ നോക്കണ്ട. അപ്പോൾ ഇവിടെ നിറച്ച് ടെർമേറ്റ്സ് കണ്ടോ? നമ്മൾ ഈ മൺപുറ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനമാണ്. അതായത്
1 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും മിനിമം ഒരു 500-1000 ടെർമൈറ്റ്സ് നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇതേപോലത്തെ കാണാൻ സാധിക്കും. ഉണ്ടല്ലേ? ഇത് ഭയങ്കര സ്ട്രോങ് ആണെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. ഇത് പോയി ഇടിച്ച് പൊളിച്ച് കളയാനൊന്നും പറ്റുമൊന്നുമില്ല. വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്ന സാധനമാണ് ഇത്. 2 സൈഡിലും കണ്ടില്ല, അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇതിനകത്തൊക്കെ ഈ പറഞ്ഞ പോലെ പാമ്പും പഴുതാരയും അങ്ങനെയുള്ള സകല ജന്തുക്കളും പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയധികം ടെർമൈറ്റ്സ് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇത്രയും സംഭവങ്ങൾ ഇങ്ങനെ കാണുന്നത്. എന്തോരമാണെന്ന് ചോദിക്കുക. അവിടെ ഇവിടെ എല്ലാം പിന്നെ ഈ പറഞ്ഞ പോലെ മഴ ആയതുകൊണ്ട് ഇവിടെ പല സ്ഥലത്തും വെള്ളം കെട്ടി കിടപ്പുണ്ട്. അതൊക്കെയാണ് സംഭവം. എന്തായാലും എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ മൊത്തം ഈച്ച അടിച്ച് ഒരു പരിവായിരിക്കുകയാണ്. തന്നെ ഇറ്റ്സ് നൈസ്. എവിടെ ആണെങ്കിലും എല്ലായിടത്തും ഇതുപോലെ ഡസ്റ്റ്ബിൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്തും കച്ചറയില്ല, അലമ്പില്ല, ഒന്നുമില്ല. എല്ലാം വളരെ കൃത്യമായിട്ട്, ആൾക്കാരാണെങ്കിലും വളരെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളവരാണെന്നുണ്ടെങ്കിലും അവർ വളരെ മാന്യമായിട്ട് തന്നെയാണ് എല്ലാ സംഭവങ്ങളും ചെയ്യുന്നത്. ദാറ്റ്സ് റിയലി ഇംപ്രസീവ്. ടെനൻ ക്രീക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്ന് രാത്രി താമസിക്കാനായിട്ടൊരു മോട്ടൽ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഭയങ്കര റേറ്റ് ആയിരുന്നു. 10,000 ആണ് സ്റ്റാർട്ടിങ്. 10,000, 15,000 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ 3 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ റൂറൽ ഏരിയയിലേക്ക് പോകുമ്പോഴത്തേക്കിനും ഫസ്റ്റ് ഓഫ് ഓൾ പണിയെടുക്കാൻ ആൾക്കാരെ കിട്ടില്ല. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ്. പിന്നെ ലൈക്ക് ലോ സപ്ലൈ ഹൈ ഡിമാൻഡ്, അതാണ് സംഭവം. ഞാൻ അവിടെ നിർത്തിയിട്ട് ആ ടെർമൈറ്റ്സിനെയൊക്കെ കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഡ്രോണൊക്കെ പറത്തി നല്ല കിട്ടിലും വിഷ്വൽസ് ഒക്കെ എടുത്തു. ഇവിടെ നാഷണൽ പാർക്കിൽ ഡ്രോൺ പറത്തരുത് എന്നുള്ള റെസ്ട്രിക്ഷൻസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പറത്താം. നല്ല അടിപൊളിയായിട്ട് ഇത് ഭംഗിയതയോ ഡ്രോണൊക്കെ പറത്തുമ്പോഴത്തേക്കിനും. പ്രത്യേകിച്ച് വണ്ടിയുടെ കളർ വേറെ ലെവലായി. കാരണം പച്ചപ്പിനിടയ്ക്ക് നീല കളറിലെ വണ്ടി ഇങ്ങനെ കാണുമ്പോഴത്തേക്കിനും ദാറ്റ്സ് റിയലി നൈസ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിനിടയ്ക്ക് ഒരു റോഡ് ട്രെയിൻ പോകുന്നത് കണ്ടു. ഞാൻ ആ റോഡ് ട്രെയിനിന് പുറകെ ഡ്രോൺ വിടാൻ പോയിട്ട് നമുക്ക് പറ്റണ്ടേ ആട്ടോ. അത് ആ ട്രെയിൻ 100 കിലോമീറ്റർ വീട്ടിലല്ലേ സ്പീഡിലല്ലേ പോവുള്ളൂ. നമുക്ക് ഡ്രോൺ അത്രയും സ്പീഡിൽ പോവും ഇല്ലല്ലോ. അപ്പം അങ്ങനെ കുറച്ച് സമയം അതിങ്ങനെ കണ്ടു. ദാറ്റ്സ് ഇറ്റ്. വേറെ പിന്നെ 1 മണിക്കൂറിലായിരിക്കും ഒരു വണ്ടിയൊക്കെ പോകുന്നത്. ഇപ്പം ഞാനിപ്പോൾ 500-600 കിലോമീറ്റർ വണ്ടി ഓടിച്ചാലും ഈ 500-600 കിലോമീറ്ററിൽ ഞാൻ ആകെ കാണാൻ പോകുന്ന ഒരു 100 വണ്ടികളിൽ താഴെ ആയിരിക്കും. അതിൽ കൂടുതൽ വണ്ടികൾ നമുക്ക് കാണാനും കിട്ടുകയില്ല. തിരക്കില്ലാത്ത ഈ വഴി കൂടെ പിന്നെ എന്ത് ചെയ്യാനാ. ആകെ കെയർഫുൾ ആയിരിക്കേണ്ട എല്ലാവരും പറയുന്നത് ഈ കാങ്കരു ക്രോസിംഗ് ആണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വിട്ടിട്ട് ഒരു 100-150 കിലോമീറ്ററോളം കഴിഞ്ഞു. 150 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ ഒരു ഏരിയ വരുന്നത്. മതരങ്ക എന്ന് പറഞ്ഞ ഏതോ ഒരു ചെറിയൊരു ഗ്രാമമാണെന്ന് തോന്നുന്നു. ഇപ്പോഴാണ് മൊബൈലിന് നെറ്റ്വർക്ക് വരുന്നത്. 150 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് മൊബൈലിന് നെറ്റ്വർക്ക് വരുന്നത്. ഇപ്പോഴാണ് നമ്മൾ കുറച്ച് ആൾക്കാരെ കാണാൻ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ആൾക്കാരെ കാണുമെന്നുള്ളത്. ഇതിനിടയ്ക്ക് പല സ്ഥലത്തും നമുക്ക് ഈ അബോറിജിനൽസ് ആയിട്ടുള്ള ആളുകളുടെ ചെറിയ ഗ്രാമങ്ങളിലേക്കുള്ള ഓഫ് റോഡ് വഴികളൊക്കെ കാണാൻ പറ്റും ഇതുപോലെയുള്ള പല സ്ഥലത്തും. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പാടില്ല. നമുക്ക് അങ്ങോട്ട് എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. എൻട്രി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ഒക്കെ കാണാൻ പറ്റും. അത് അങ്ങോട്ടെങ്ങും പോകരുത് എന്നാണ് എന്നോട് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പോകുന്നുമില്ല. എന്താണ് മതരങ്കയിലുള്ളത്? മതരങ്കയിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഇവിടെ എന്താ ഉള്ളത്. ഒരു പെട്രോൾ പമ്പും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പമ്പുണ്ട്. ആ പമ്പിൽ ഒരു കടയുണ്ട്. മതരങ്ക റോഡ് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു പമ്പ്, ഒരു കടയുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു മോട്ടേൽ പോലെ കാണാം. ആ കാണുന്നതാണ് മതരങ്ക ഹോട്ടൽ. ചെറിയൊരു ഗ്രാമമാണ് ഗൈസ്. ഓ അത് നോക്കിക്കേ, ആ ട്രക്ക് ഇതൊരു റോഡ് ട്രെയിനിന്റെ ട്രക്ക് കേട്ടോ. പക്ഷെ ബാക്കിലൊന്നും ഇല്ല എന്നുള്ളതേ. ആ ട്രക്കിന്റെ മേലെ ഒരു പട്ടി ഇരിക്കുന്നത് കേട്ടോ. ഇത് ക്യൂട്ടാണോ? അത് കഷ്ടമുണ്ട്. ആ ട്രക്കിന്റെ മേലെ അത് കെട്ടിയിട്ടിരിക്കുക, ചങ്ങല കെട്ടിരിക്കുക. അത് റിയലി ബിഗ് അല്ലേ മർസി. എന്ത് ജൈജാന്റിക് ലുക്കാണല്ലേ ഈ ഒരു ട്രക്കുകൾക്ക്. ഇവരുടെ അമേരിക്കയിലൊക്കെ നമ്മൾ കാണുന്ന പോലെ തന്നെയാണോ മോൺസ്റ്റർ ട്രക്സ്. ഭയങ്കര വലുതാ. അതിന്റെ ഫ്യൂൽ ടാങ്ക് നോക്കി. ഫ്യൂൽ ടാങ്ക്, പിന്നെ അതിന്റെ ആ ഒരു പുകക്കുഴല്, ബാക്കിയുള്ള സംഭവങ്ങള് എന്താ അല്ലേ. ഇവിടെ കുറെ അബോറിജിനൽസ് ആയിട്ടുള്ള ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരിപ്പുണ്ട്. എനിക്ക് ഇത്ര നേരം കഴിഞ്ഞ് നെറ്റ്വർക്ക് ഇപ്പോഴാണ് വന്നത്. സോ കുറച്ച് പണിയൊക്കെ ചെയ്തിട്ട് തീർക്കാം. ഞാനിവിടെ ഈ ക്യാമ്പ് ഗ്രൗണ്ടിൽ കയറ്റി വണ്ടി പാർക്ക് ചെയ്തു. ഇവിടെ 1-2 പെട്രോൾ പമ്പൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ആരെങ്കിലും ഇവിടെ വന്നിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും ടെൽസ്ട്ര എന്ന് പറഞ്ഞ കമ്പനിയുടെ സിം എടുക്കണം. നമ്മുടെ നാട്ടിലെ ജിയോ പോലെ എന്നൊക്കെ വേണം പറയാം. അല്ല നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ എയർടെൽ പോലെ എന്നൊക്കെ പറയാം. അതാണ് സംഭവം. ഇറ്റ്സ് ടൈം ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ബ്രഞ്ച് എന്ന് പറയാം. 11 മണി. ഞാൻ അവിടെ വാങ്ങിച്ചാണ് കുറച്ച് ഫ്രൈഡ് റൈസും ഇച്ചിരി ചിക്കൻ കറിയും ഇച്ചിരി ബീഫ് കറിയും. ഇവർക്ക് കുറെ പട്ടിയുള്ള ആൾക്കാരാണ് നിന്ന്. ഒരാളും പട്ടിയെ കൊണ്ട് വേറൊരു വണ്ടിയിൽ പോകുന്നു. കുറെ ആൾക്കാർ ചുമ്മാ ഇവിടെ ഇരിക്കുകയാണ്. അല്ല എന്നെ പോലെ തന്നെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു ചെറിയൊരു ടൗൺ മതരങ്ക. ഞാൻ ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എന്നിട്ട് ഇവിടെ പുറത്തേക്ക് ചുമ്മാ ഇറങ്ങി നടക്കാൻ വേണ്ടി നോക്കിയാണ്. അപ്പോൾ ഇവിടെ പാർക്കിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇരിപ്പുണ്ട്. ഇവരൊക്കെ അബോറിജിനൽസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവരൊക്കെ വെറുതെ ഇങ്ങനെ ചില്ലാണ്, റിലാക്സ് ചെയ്ത് സിഗരറ്റൊക്കെ വലിച്ച് കൊക്കക്കോളയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ടെർമൈറ്റ്സിന്റെ ഒരു ചെറിയൊരു മോണുമെന്റ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ,
ഇതിവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ, there are over 2000 termite white ant species worldwide. About 200 species occur in Australia and nearly 90 in the Northern Territory. In many areas of top and their large and abundant homes. അതായത് ഞാൻ പറഞ്ഞില്ലേ, ടെർമൈറ്റ്സിൻ്റെ ഒരു മെയിൻ സ്ഥലമാണിത്. അപ്പോൾ ചെറുത് മുതൽ വലിയ ടെർമൈറ്റ്സ് വരെ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഈ ചില ടെർമൈറ്റ്സിലൊക്കെ ഇവിടുത്തെ ഈ അബോറിജിനൽസ് ആയിട്ടുള്ള ആൾക്കാർ അതിൽ കൊണ്ട് എന്തെങ്കിലുമൊക്കെ വെച്ച് പല രീതിയിൽ അതിനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ ഇവർക്ക് കുറേ ബിലീഫ്സ്, അന്ധവിശ്വാസങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ അബോറിജിനൽസ് ആയിട്ടുള്ള ആൾക്കാർക്ക്. ഇവർ ഇതിന് അബോറിജിനൽസിനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. ലൈക്ക് ഇവർ കറുത്ത വർഗ്ഗക്കാരാണ്, പണ്ട് ആഫ്രിക്കയിൽ നിന്ന് വന്നവരാണെന്ന് പറയപ്പെടുന്നു, സൗത്ത് ഇന്ത്യൻ ജീൻ ഉണ്ടെന്ന് പറയപ്പെടുന്നു, DNA ഉണ്ടെന്ന് പറയപ്പെടുന്നു. അങ്ങനെ കുറേ സംഭവങ്ങൾ അബോറിജിനൽസിനെ പറ്റി പറയാനുണ്ട്. ഇപ്പം അവരെ സംബന്ധിച്ച് ഇവർക്ക് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഭാഗത്ത് ഭയങ്കര ഹെൽപ്പും ഭയങ്കര സപ്പോർട്ടും നമ്മുടെ നാട്ടിൽ ആദിവാസികൾക്ക് കൊടുക്കത്തില്ലേ, അതേപോലെയുള്ള സംഭവങ്ങൾ, അങ്ങനെ ഒത്തിരി പരിപാടികളുണ്ട് ഇവർക്ക്. പിന്നെ അവരുടെ റൂൾസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സ് അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ലാൻഡ് എല്ലാം അവരുടെയാണ്. ഈ ഗോൾഡ് മൈനിങ്, അതേപോലെ തന്നെ യുറേനിയം മൈനിങ്, അങ്ങനെയുള്ള പല മൈനിങ് നടക്കുമ്പോൾ അതിൻ്റെ എല്ലാം ഒരു റോയൽറ്റി പോലെ അവർക്ക് കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ്. നല്ല പൈസ അവർക്ക് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ലൈക്ക് പണ്ട് അവരുടെ ലാൻഡായിരുന്നല്ലോ ഇത്. അപ്പോൾ അവരുടെ ലാൻഡ് ഇവിടെ കയ്യേറിയതാണല്ലോ വൈറ്റ്സ് വന്നിട്ട്, അതാണല്ലോ ഇതിൻ്റെ ഹിസ്റ്ററി. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ. അപ്പം ഇപ്പോഴും അവരുടെ ലാൻഡാണ്, പക്ഷെ അവരെ ഫുൾ പ്രയോറിറ്റി കൊടുത്ത് അവർക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഇവിടെ സർക്കാർ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് എല്ലാവരും പറയുന്നതും എനിക്കറിയാൻ സാധിച്ചു. ഓക്കെ, എന്തായാലും ഈ ഒരു പാർക്ക് കൊള്ളാം. ഇവിടെ ഇഷ്ടംപോലെ നമുക്ക് അബോറിജിനൽസിന് ഒത്തിരി പേരെ കാണാൻ പറ്റും. ചിലരൊക്കെ ഇൻട്രാക്ട് ചെയ്യും, ചിലർ ഇൻട്രാക്ട് ചെയ്യാൻ മടിയായിരിക്കും. നമ്മൾ ഈ ഓരോ സ്ഥലത്ത് നിർത്തുമ്പോഴത്തേക്കിന് സമയം, എക്സ്പെക്റ്റഡ് അറൈവൽ ടൈം അങ്ങോട്ടേക്ക് മാറുകയാണ്. ഞാൻ 4:30 ആയിരുന്നു ഞാൻ വിടുമ്പോൾ എക്സ്പെക്റ്റഡ് അറൈവൽ ടൈം. ഇപ്പോൾ അത് കേട്ടില്ല, 6:15, 6:08. ഇനിയുണ്ട് 600 കിലോമീറ്റർ. ദൈവം, 567 കിലോമീറ്റർ ഉണ്ട്, ഒന്നും ആവുന്നില്ല. നല്ല പച്ച ഓസ്ട്രേലിയൻ ആപ്പിൾ. ഇത് ടേസ്റ്റ് അറിയോ? കൃഷ്ണ മച്ചകത്തമ്മയെ കാതൊട്ടു വന്ദിച്ചു മകനെ തുടങ്ങുവിൻ യാത്ര. സിറ്റി എത്തുമ്പോഴത്തേക്കിന് സ്പീഡ് ലിമിറ്റ് കുറച്ച് കൊണ്ടുവരും. സിറ്റി വിടുമ്പോഴത്തേക്കിന് അവർ പിന്നെ പതുക്കെ ഗ്രാജുവലി സ്പീഡ് ലിമിറ്റ് കൂട്ടി കൊണ്ടുവരും. ഞാൻ അങ്ങനെ പോകുമ്പോഴത്തേക്കിന് ഒരു ചെറിയൊരു സ്ഥലം എത്തി. അവിടെ എക്സ്പ്ലോറേഴ്സ് ഡേ എന്നും പറഞ്ഞൊരു മ്യൂസിയം കാണാം. എന്താ സംഭവം അറിയത്തില്ല, ചെറിയ സ്ഥലമാണ്. ആദ്യം തിരക്കും പാടൊന്നും ഇല്ലാണ്ടില്ല. ഓ, ഇവിടെ ഒരു ഐക്കോണിക് ബ്രിട്ടീഷ് പബ്ബുണ്ട്. അടിപൊളി, പോയി നോക്കാം. ഇവിടെ എല്ലാം ഹിസ്റ്റോറിക് ഹോട്ടൽസ് ആണ് കേട്ടോ. പോകുന്ന വഴിക്കൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇങ്ങനത്തെ ബോർഡുകളാണ്, ഹിസ്റ്റോറിക് ഹോട്ടൽ. ഇവിടെ ഒരു ക്യാരവൻ പാർക്ക് ഉണ്ട്. അതായത് നമുക്ക് ക്യാരവനൊക്കെ പാർക്ക് ചെയ്ത് കിടന്നുറങ്ങാൻ വേണ്ടിയുള്ള ഒരു സ്ഥലം. ഇന്റർനെറ്റ് കിട്ടും, പിന്നെ കറണ്ട് കിട്ടും, പിന്നെ വെള്ളം ഡിസ്പോസ് ചെയ്യാൻ, വെള്ളം നിറയ്ക്കാൻ, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്ന സ്ഥലം. പിന്നെ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ചെറിയൊരു കട, അതാണ് സംഭവം. പിന്നെ ഇവിടെ അക്കോമഡേഷൻ ഉണ്ട്. ഒരു ചെറിയ ഗ്രാമം, ഈ ഗ്രാമത്തിൽ ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നോർത്തേൺ ടെറിട്ടറി ഹയസ്റ്റ് ബാർ എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിരിക്കുന്നുണ്ടല്ലേ, കൊള്ളാവേ. ഇത് വേണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും സെയിലിനിട്ടിരിക്കുകയാണ് കേട്ടല്ലേ. ഇവിടെ മാർക്ക് എന്ന് പറഞ്ഞ ആളാണെന്ന് തോന്നുന്നത്. മാർക്കിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് ഒരു എന്തൊക്കെയോ ഇടിച്ച് തകർത്ത വണ്ടിയാണെന്ന് തോന്നുന്നത് കാണുന്നത്. മേളിലൊരു ഗ്ലൈഡർ തൂക്കിയിട്ടിരിക്കുന്നു. പിന്നെ ക്ലാസിക് ഓസി ബിയർ, ഡ്രോട്ട് ബിയർ, 250 ഗാലൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊരു ക്യാരവനും കിടപ്പുണ്ട്, പക്ഷെ അതിവിടെ ഫിക്സഡ് ക്യാരവനാണ്. ചിലപ്പോൾ അതിനകത്തായിരിക്കും റൂം. ഇതാണ് ഗൈസ് ഓസ്ട്രേലിയയുടെ പ്യുവർലി ഒരു ഔട്ട് ബാക്ക് എക്സ്പീരിയൻസ് കിട്ടുന്ന ആ ഒരു എന്താ പറയുക ഇൻറ്റീരിയർ സംഭവങ്ങൾ. ഒരു മനുഷ്യനെ കാണാൻ പറ്റില്ല, അതാണ് സംഭവം. ഇവിടെ മിക്കവാറും ആരെങ്കിലും ഒരാളുണ്ടാവും. എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം, അതിന് വേണ്ടിയാണ് ഞാൻ നിർത്തിയത്. ഹോം മെയ്ഡ് സോസേജ് റോൾസ്. കൊള്ളാലോ സെറ്റപ്പ്. പോലീസ് ഡോഗ്സ് ആൻഡ് പെട്രോൾ, വെറുതെ ബോർഡൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കേട്ടോ. പൂൾ ടേബിളുണ്ട്. പിന്നെ ഇതൊരു ചെറിയൊരു ബാറ് പോലത്തെ ഒരു സെറ്റപ്പാണ്. ഒരാളിവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇവിടെ ആൾക്കാർ 1-2 പേര് ബിയറൊക്കെ കഴിച്ചുകൊണ്ടിരിപ്പുണ്ട്. അതൊക്കെ തന്നെ പരിപാടി. ഇത് കണ്ടോ, വണ്ടിയുടെ കുറേ പഴയ പാർട്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നുണ്ടല്ലേ. ഇത് കണ്ടോ, 2.5 ലക്ഷം രൂപ റിവാർഡ്, ഡെത്ത് ഓഫ് പാട്രിക് മൊറിയാർട്ടി. അയാളെപ്പറ്റി എഴുതി വെച്ചിരിക്കുക. അയാൾ 2017 അരിമ ഹോട്ടലിൽ നിന്ന് ഒരു ക്വാഡ് ബൈക്കിൽ ആ കാണുന്ന പട്ടയിലൂടെ പോയതാണ്. അയ്യോ, പിന്നെ അയാളെ കണ്ടിട്ടില്ലാന്ന്. അയാളെ കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ 2.5 ലക്ഷം രൂപ റിവാർഡെന്നൊക്കെ. വാവ്, എന്തോന്നടേ ഇത്. ക്രൈം സ്റ്റോപ്പേഴ്സ്.
ഇതൊരു ഗംഭീര സ്ഥലം കേട്ടോ. അത് ഇതിനകത്തൊരു കുഞ്ഞു പൂളൊക്കെ ഉണ്ട്. ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയായിരിക്കും. ഒരു ഭയങ്കര ഒരു വില്ലേജ് കഫേ എന്നൊക്കെ പറയാവുന്നൊരു സെറ്റപ്പ്. കഫേ അല്ല ഗൈസ്, ബാർ. ഗൈസ് ഞാനിപ്പോൾ ഓഫ് റോഡ് ചെയ്യുകയാണ്. ഓഫ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിന് ഇവിടെ ബിർദും എയർഫീൽഡ് എന്നും പറഞ്ഞുകൊണ്ട് വേൾഡ് വാർ 2 സമയത്തുള്ള എന്തോ ഒരു എയർഫീൽഡ് ഇവിടെ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബോർഡ് കണ്ടു. എന്നാൽ പിന്നെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് ഇങ്ങോട്ട് വന്നതാണ്. എന്താ ഇവിടെ വേൾഡ് വാർ 2 സമയത്ത് ഇവിടെ ഇഷ്ടംപോലെ എയർഫീൽഡുകൾ പണിതിട്ടുണ്ട് ഇവർ. അതായത് എയർ സ്ട്രിപ്പുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ പണിതിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവമായിരിക്കും ഇത്. ഈ നെറ്റ്വർക്ക് ഇല്ലാതെ ഈ പറഞ്ഞ പോലെ ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വമ്പം പണിയാണ്. ഹൈവേ വിട്ട് പോകാൻ പാടില്ല എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് ഈ പറഞ്ഞ ഇവിടെ ഒരു ബോർഡ് കണ്ടപ്പോഴത്തേക്കിന് അതൊന്ന് കാണാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി കയറി വന്നാ. നോക്കട്ടെ ഇത് എവിടെ ഇതൊന്നും കാണുന്നില്ലല്ലോ. മഡ് റോഡാണ്, മഡ് റോഡ്. ഇനി ഇത് തന്നെയാണോ ഇവരുടെ എയർ സ്ട്രിപ്പ്? ഇതാണ് ഇതായിരിക്കത്തില്ലല്ലോ. ഇത് എന്തായാലും ആയിരിക്കത്തില്ല. എന്തെങ്കിലും ഉണ്ടാവും, നോക്കട്ടെ. വാവ്, അടിപൊളി മോനെ, പൊളിച്ച്. എയർഫീൽഡ് എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച കേസ്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ആ എയർഫീൽഡ് ആണെന്ന് തോന്നുന്നു റോഡായിട്ടിരിക്കുന്നത്. പിന്നെ ഒരു ഡേർട്ട് റോഡ് അങ്ങോട്ട് വേറെ എങ്ങോട്ടൊക്കെയോ പോകുന്നത് ഡേർട്ട് റോഡ്. അതെന്താണ് വെസ്റ്റേൺ ക്രീക്ക് റോഡ്. മോനെ എന്തൊക്കെയോ കാണാം. പക്ഷെ എൻ്റെ ദൈവമേ, നമുക്ക് തിരിച്ചു പോവാം. വെറുതെ ഇതിൻ്റെ റിസ്ക് എടുക്കട്ടെ. ലെറ്റ്സ് ഗോ. ദേ പോകുന്നൊരു റോഡ് ട്രെയിൻ. പക്ഷെ ഇതിന് നീളം കുറവാണ്. കാറും കൊണ്ട് പോവാ. കാർ ഈ റോഡിൽ പല സ്ഥലത്തും ഇതുപോലെ ഫ്ലഡഡ് ഏരിയാസ് ഉണ്ട്. അത് നേരത്തെ വാർണിംഗ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. അങ്ങനെ കിട്ടാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ ഇടിച്ച് കയറി പോകും. നേരത്തെ ഞാൻ ഒരു സ്ഥലത്ത് വാർണിംഗ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ സ്ലോ ഡൗൺ ചെയ്തില്ല. എന്നുണ്ടെങ്കിൽ ഇത് എന്താ പറയുക, എത്ര നല്ല വലിയ വണ്ടിയാണെന്നുണ്ടെങ്കിലും വെള്ളം കുറച്ച് ഡേഞ്ചറാണ്. ഇതൊക്കെ ഇപ്പോൾ മഴക്കാലമാണല്ലോ. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വെള്ളം കയറി വരും. ആ ടെർമേറ്റ്സ് ഒക്കെ നിൽക്കുന്നത് കണ്ടില്ലേ? എന്തോരം ടെർമേറ്റ്സ് അല്ലേ, എന്തോരം ഉണ്ടെന്നറിയോ? ചെറുതും വലുതും ഒക്കെ ആയിട്ട്. ഇതൊരു ഭയങ്കര സംഭവം കേട്ടോ ഇത്. ഈ വെളുത്ത ഉറുമ്പുകളുടെ ടെർമേറ്റ്സ് ആണ് ഇവിടെ കൂടുതലെന്നാണ് പറയുന്നത്. പിന്നെ ഈ റോഡിൽ ഇങ്ങനെ ചത്തടക്കുന്ന കാണുന്നത് ഇതൊക്കെ വണ്ടി ഇടിച്ച് ചെയ്യാവുന്നതാണ്. കാങ്കരു ആണ് കണ്ടോ, കാങ്കരു ആണ് കണ്ടല്ലേ. ഇത് കഷ്ടല്ലേ. ഇത് കാങ്കരു ആണോ മറ്റേ സാധനമാണോ? തല അടിച്ചു പോയി. കാങ്കരൂസും ഉണ്ട്, വാലബീസും ഉണ്ട്. വാലബി എന്ന് പറയുന്നത് ഒരു ചെറിയ സൈസിലുള്ള കാങ്കരു ടൈപ്പിൽ വരുന്ന സംഭവമാണ്. അടുത്തൊരു 14 കിലോമീറ്റർ ദൂരത്തേക്ക് ഇതുപോലെ ഫ്ലഡഡ് ഏരിയാസ് ഉണ്ടാവും എന്ന് എനിക്ക് റോഡ് വാർണിംഗ് വന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ പതുക്കെ പോകാൻ പറ്റുള്ളൂ. കാരണം റോഡിലൊക്കെ വെള്ളം കിടക്കുന്ന കണ്ടില്ലേ. ഇവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ റോഡൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. കാരണം എന്താ പറയുക, ഇതുപോലെ ഫ്ലഡ് കാരണം റോഡ് ക്ലോസ് ആയി. ഇത് രസമല്ലേ? രസമാണ്, പക്ഷെ എന്നാലും ഒരു രസമല്ലേ. എതിരെ വണ്ടി വരുന്നില്ലല്ലോ, അപ്പൊ പിന്നെ പറപ്പിച്ചോണ്ട് പോവാം. നമ്പർ പ്ലേറ്റ് മാത്രം നോക്കിയാൽ മതി. പിന്നെ ഈ വണ്ടി നല്ല ഹൈറ്റ് ഉള്ള വണ്ടിയായതുകൊണ്ട് നമ്പർ പ്ലേറ്റ് ഒന്നും വലിയ പ്രശ്നമൊന്നും വരുമൊന്നുമില്ല. നല്ല ഹൈറ്റ് ഉള്ള വണ്ടിയല്ലേ, അപ്പൊ പിന്നെ അത്യാവശ്യം വെള്ളമാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. പിന്നെ എന്തിനാണ് ട്രക്ക്? എൻ്റെ ഒരു ഇഷ്ടമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു ഇങ്ങനത്തെ ഒരു വണ്ടി. എനിക്ക് നാട്ടിൽ ഇങ്ങനത്തെ വണ്ടി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഹൈലക്സ് മാത്രമേ ഉള്ളൂ. ഹൈലക്സ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എത്ര വലിയ താല്പര്യമില്ല. ഫോർച്യൂണറിന്റെ സെയിം പ്ലാറ്റ്ഫോം അല്ലേ, സെയിം സാധനമല്ലേ. അപ്പോൾ ഫോർച്യൂണറാണ് നല്ലത്. പക്ഷെ എനിക്ക് ഇതുപോലത്തെ ട്രക്ക് എനിക്ക് ഇങ്ങനത്തെ വലിയ വണ്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും ലക്കിലി ഐ ഗോട്ട് ദിസ് കാർ. ഹായ്, is there a town there? It's open, mate. Yeah. It's open? Yeah. Oh, thank you. No worries. Yeah, right. അവിടെ ഒരു ടൗൺ ഉണ്ട്, എന്നാ പിന്നെ പോയി നോക്കിയിട്ട് വരാം. ഇറ്റ്സ് ഓപ്പൺ എന്നാണോ പറയുന്നത്? Is there a town there എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് yeah, it's open. Let's go and see. വല്ലപ്പോഴൊക്കെയാണ് കുറച്ച് ആൾക്കാരെ കാണുന്നത്. ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്തുനിന്ന് ഒരു 100 കിലോമീറ്റർ മുന്നോട്ട് പോയപ്പോഴത്തേക്കിനുമാണ് ഈ ഒരു ഡെയിലി വാട്ടേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലത്ത് എത്തിയത്. ഞാൻ അവിടുന്ന് ഡൈവേർഷൻ എടുത്ത് അകത്തോട്ട് പോയി. അവിടെ ടൗൺ ഓപ്പൺ ആണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും അകത്തോട്ട് പോയി. എൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു വേൾഡ് വാർ 2 സമയത്ത് നിർമ്മിച്ച ഒരു എയറോഡ്രോം ഉണ്ട്. എന്തോരം എയർ സ്ട്രിപ്പുകളാണെന്നറിയാം ഇവിടെ വേൾഡ് വാർ 2 സമയത്ത് ഇവർ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. ജപ്പാൻ സൈന്യം വന്നിട്ട് അങ്ങനത്തെ എന്തോ ഒരു സംഭവം ഉണ്ട്. അത് കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ പോകുന്നത്. ഇതിപ്പോഴും ഒരു ആക്റ്റീവ് എയർ സ്ട്രിപ്പാണ്. അടിപൊളി. ഇത് ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ട്. ഇതാണ് എയർ സ്ട്രിപ്പ്, ആക്റ്റീവ് എയർ സ്ട്രിപ്പ്, നോ ട്രസ്പാസിംഗ്. 1956 ക്രാഷ് ആയ ഡക്കോത്ത എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു വിമാനത്തിന്റെ 2 അവശിഷ്ടങ്ങൾ അവിടെ കിടപ്പുണ്ട്. കണ്ടില്ല, അതിന്റെ ഫ്യൂസലേജും പിന്നെ വേറെ ഏതോ ഒരു ഭാഗം അവിടെ കിടക്കുന്നുണ്ട. ഇതാണ് ഒരു എയർ സ്ട്രിപ്പ്. ഇത് ഇവിടെ ചെറിയൊരു ഓഫീസ് പോലെ എന്തോ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇവിടെ ആരുമില്ല. ഒരു ആക്റ്റീവ് എയർ സ്ട്രിപ്പാണ്. എന്തെങ്കിലും എമർജൻസി ലാൻഡിങ് അല്ലെങ്കിൽ പ്രൈവറ്റ് വിമാനങ്ങളൊക്കെ വേണമെങ്കിൽ കൊണ്ടുവന്ന് ഇറക്കാൻ പറ്റുന്ന ഒരു എയർ സ്ട്രിപ്പ് ആണെന്ന് തോന്നുന്നു. ഇത് ചെയ്തിട്ടൊന്നുമില്ല.
ഈ കെയർ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ഇവിടെ. അതായത് ഈ അബോറിജിനൽസ് ആയിട്ടുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ ഈ ഗ്രാമത്തിൽ താമസിക്കുന്ന ആളുകൾക്കും എന്തെങ്കിലുമൊക്കെ മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചെറിയ എയർ സ്ട്രിപ്പുകളിലായിരിക്കും ഈ സെസ്ന പോലെയുള്ള കുഞ്ഞു വിമാനങ്ങളൊക്കെ വന്ന് ഇറങ്ങാം. ഇവിടെ എല്ലായിടത്തും കുഞ്ഞി സെസ്ന വിമാനങ്ങളും എയർ സ്ട്രിപ്പ്, കാരണം നമ്മുടെ ലക്ഷദ്വീപിൽ നിന്നൊക്കെ എയർ ഇവാക്വേഷൻ ചെയ്യുന്ന പോലത്തെ എയർ ഇവാക്വേഷൻ പരിപാടികളൊക്കെയാണ് ഇവിടെ പല സ്ഥലത്തുള്ളത്. എത്തണ്ടേ, എല്ലാം അങ്ങ് ദൂരെയല്ലേ, റിമോട്ടല്ലേ, ഇത്രയും വന്നിട്ട് എവിടെയെങ്കിലും ഒരു മനുഷ്യനെ കണ്ടോ? ഇല്ലല്ലോ. അതാണ് ഞാൻ ആ ടൗണിൽ കുറച്ച് ആരെങ്കിലും മനുഷ്യനെ കാണാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. ഇത് പ്രത്യേക വൈബ് കേട്ടോ. ഇത് ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ലൈക്ക് വി ക്യാൻ എൻജോയ്. ഇതാണ് ആ ഡെയിലി വാട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമം. ഇവിടെ ഒരു വീടുണ്ടാവും, വേറെ എന്താ ഉണ്ടാവുക, വേറെ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. ലെറ്റ്സ് ഗോ ആൻഡ് സീ. ആ ഡെയിലി വാട്ടേഴ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ഒരു ക്യാരവൻ പാർക്കുണ്ട്. ഈ കാണുന്ന ഒരു ക്യാരവൻ പാർക്കാണ്. പിന്നെ ഒരു മനുഷ്യനും ഇല്ലാത്തൊരു സ്ഥലം. റോഡിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ഇതുപോലെയുള്ള പഴയ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പണ്ട് ഇവിടെ ക്രാഷ് ആയിട്ടുള്ള ഒരു റോബിൻസൺ R44 ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു പഴയ ഒരു വിമാനം. ഇതൊക്കെ ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതാണ് സംഭവങ്ങൾ. ഇതൊക്കെ മറ്റേ ഈ എനിക്കൊന്ന് World War II സമയത്തൊക്കെ ഉപയോഗിച്ച സാധനങ്ങളും അങ്ങനെ സംഭവങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ അവിടെ ഒരു പഴയ ഒരു വണ്ടി, ഒരു ജീപ്പ്, പിന്നെ അതിൻ്റെ മുമ്പിൽ വേറൊരു ജീപ്പ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര രസമല്ലേ? ഇത് വേറെ ഏതോ വിമാനത്തിൻ്റെ എന്തോ സാധനമാണ്. ഇത് മറ്റൊരു ഹെലികോപ്റ്റർ. എന്തൊക്കെ സാധനങ്ങളാണ് അറിയാം ഇവിടെ റോഡിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അടിപൊളി. ഈ ഒരു സ്ഥലത്ത് ഇതെന്താണ് ഇത് നോക്കിയാൽ ബാക്കിൽ ക്ലോസറ്റ് ഒക്കെ വെച്ചിരിക്കുന്ന കണ്ടില്ലേ, കൊമോഡൊക്കെ വെച്ചിരിക്കുന്ന കണ്ടില്ലേ, ഫ്രണ്ടിൽ ബെഞ്ച് സീറ്റ്, ഫോട്ടോ എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പരിപാടിയായിരിക്കും. സ്ലോ ഡൗൺ, ഫ്രീ റേഞ്ച് ആനിമൽസ് ആൻഡ് കിഡ്സ്. KFC, ഈ ഗ്രാമത്തിലെ KFC, ഒരു പഴഞ്ചൻ ട്രാക്ടർ. എന്നാൽ ഇങ്ങനത്തെ ഒരു ഗ്രാമം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് ഓപ്പൺ മ്യൂസിയം പോലെ കുറേ സാധനങ്ങൾ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. എല്ലാ സ്ഥലത്ത് പോയാലും ഇതുപോലെയുള്ള ക്യാരവൻ പാർക്ക് ഉണ്ടാവും. ശരിക്കും ഒരു ക്യാരവൻ എടുത്തിട്ട് ഇതുപോലെ കറങ്ങി ഓരോ സ്ഥലങ്ങളിൽ ഓരോ ഗ്രാമങ്ങളിൽ പോയി താമസിച്ച് അങ്ങനെ പോകണം. ഇനിയിപ്പോൾ ഇതൊക്കെ ക്യാരവൻ പാർക്കിൻ്റെ സ്ഥലങ്ങളാണ് കേട്ടോ. ഞാൻ ചെയ്യും എന്തായാലും. നമ്മുടെ ഈ ഒരു റേഞ്ചർ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊരു ക്യാരവൻ കിട്ടുമെന്നുള്ളത് നോക്കണം. ഇവിടെ വിമാനങ്ങൾ മാത്രമല്ല, കുറേ അടിപൊളി വണ്ടികളൊക്കെ വേറെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതെന്താണ്? ഇതൊരു ഹിസ്റ്റോറിക് ഗ്രാമമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ ആകെയുള്ള 2-3 വീടുകളിൽ ഒരു വീടാണിത്. പബ് റൂംസ്. ആ വണ്ടിയുടെ അടിയിൽ കോഴി, പിന്നെ മറ്റേ നമ്മുടെ ചെമ്പകം പൂവ്, ആ ചെമ്പകത്തിൻ്റെ മണം, പിന്നെ ആ ബെഞ്ചിലൊക്കെ ഫുള്ള് ചെമ്പകം നിൽക്കുന്ന കണ്ട, ചെമ്പകം വീണ് കിടക്കുന്നുണ്ടല്ലേ. ഈ പഴയ വണ്ടികളൊക്കെ കൊള്ളാം കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു പണ്ടത്തെ ബസ്സുകളും പിന്നെ അതേപോലെ തന്നെ ഉള്ള പല സംഭവങ്ങളൊക്കെയാണ്. ഇത് രസം. ഇത് ഗംഭീര പരിപാടി കേട്ടോ. ഇത് ആരുടെ ഒരു കളക്ഷനാണ്. ആ കളക്ഷൻ ഇങ്ങനെ അവിടെ വെച്ചിരിക്കുകയാണ്. പക്ഷേ എന്നാൽ പിന്നെ ഇതൊരു മ്യൂസിയമായിട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വർക്ക്സ്. ഒക്കെ ഫോർഡിൻ്റെ വണ്ടികളാണ് കണ്ടില്ലേ. ഇത് ഫോർഡിൻ്റെ 1948 മോഡൽ ബസ്സാണെന്ന്. ഡെയിലി വാട്ടേഴ്സ് പബ് എന്ന് പറഞ്ഞ അവരുടെ സാധനം. ഞാൻ എന്തായാലും ഇവിടേക്ക് കയറി വന്നത് ഭയങ്കര രസമായി. ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ കാണാൻ പറ്റിയല്ലോ. നേവിയുടെ ആയിരുന്നു ഇത്. നേവിയുടെ ആണെന്ന് അറിയത്തില്ല. ഒരു വിമാനത്തിൻ്റെ ഒരു എൻജിൻ മറ്റോ കാണാൻ. പിന്നെ ഒരു പഴയ ഒരു വണ്ടി അവിടെ കിടക്കുന്ന ഒരു കാറ്. എന്തായാലും ഈ പുള്ളി എനിക്ക് തോന്നുന്നു ഒരു ക്രേസി ഗൈ ആണെന്ന് തോന്നുന്നു. അങ്ങേരുടെ ഇത് പഴയ ക്യാരവൻ, നമ്മുടെ ക്യാമറമാൻ ഇല്ലേ, അങ്ങനത്തെ പഴയ ക്യാരവൻ. പൊളിക്കിടില്. എൻ്റെ ദൈവമേ, എന്ത് ലുക്കല്ലേ, എന്ത് പരിപാടിയല്ലേ ഇതൊക്കെ. ഇത് കണ്ടില്ലേ, ഇത് ആ വിമാനത്തിൻ്റെ ബാക്ക് സൈഡാണ് കണ്ടോ. പിന്നെ ഇവിടെ ടെൽസ്ട്രയുടെ ഒരു ടെലിഫോൺ ബൂത്ത് ഉണ്ട്. നമ്മൾ ലണ്ടൻ ടെലിഫോൺ ബൂത്ത് അല്ലേ കണ്ടിട്ടുള്ളൂ. ഇത് വർക്കിംഗ് ആണോ നോക്കിയേ. കോള് വെച്ചിട്ട് ഫ്രീ ഇന്റർനാഷണൽ കോൾസ്, ഓസ്ട്രേലിയ ഈസ് വൈ എന്നോ. കാര്യമായിട്ട് ഫ്രീ ഇന്റർനാഷണൽ കോളോ? വിളിച്ചു നോക്കട്ടെ. ഫോൺ കാർഡ് ഇൻസേർട്ട് ചെയ്യണം. പിന്നെ എൻ്റെ പട്ടികയിലുണ്ട് ഫോൺ കാർഡ്. പിന്നെ ഫ്രീ ഇന്റർനാഷണൽ കോൾസ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നതിന്. അപ്പോൾ ഈ ഗ്രാമത്തിൽ വേറെ ഒന്നും ഇല്ലെങ്കിലും ഇവിടെ ഒരു പബ്ബുണ്ട്. ഇതാണ് ഡെയിലി വാട്ടേഴ്സ് പബ് എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ അവിടെ മുമ്പിൽ ഒരു ആളിരിപ്പുണ്ട്, ബിയറൊക്കെ കഴിച്ചുകൊണ്ട്. ഇവർ വണ്ടി ഓടിക്കുന്നതിനിടയ്ക്ക് ഇവർ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ നിർത്തി ബിയറൊക്കെ കഴിക്കും കേട്ടോ. ഒരു ബിയറൊന്നും കഴിച്ചെന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഇതെന്തായാലും ഗംഭീര ഏരിയ ആണ്. ഞാൻ എൻ്റെ വണ്ടി അങ്ങ് ദൂരെ ഇട്ടിരിക്കുന്നുണ്ടല്ലോ, അവിടെ ഇട്ടിട്ട് ഞാൻ നടന്ന് വന്നതാണ്. എന്നിട്ട് ഇവിടെ ഒരു പെട്രോൾ പമ്പൊക്കെ ഉണ്ട് കേട്ടോ. 7 AM to 7 PM പെട്രോൾ കിട്ടും. ഇതാണ് പെട്രോളും ഡീസലും കിട്ടുന്ന ആ ഒരു ഡെയിലി വാട്ടേഴ്സ് പബ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഗ്രാമത്തിൽ ആകെയുള്ള ഒരു ഫാമിലിയോ അല്ലെങ്കിൽ ഒരു വീടോ മറ്റോ ആണ്. ആ ആളുടെയാണ് ഈ ഒരു സെറ്റപ്പ് മൊത്തമെന്ന് എനിക്ക് തോന്നുന്നത്. നല്ല അടിപൊളി പെട്രോൾ പമ്പ്. പഴഞ്ചൻ മെഷീനും ഉണ്ട്, പുതിയൊരു മെഷീനും കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടില്ല ജങ്ക്യാർഡ്, ടിംസ് ജങ്ക്യാർഡ്, അയാളുടെയാണ്. അതായത് അയാളുടെ വണ്ടികളാണ് ഈ പുറത്തിട്ടിരിക്കുന്നതൊക്കെ. ടിംസ് ജങ്ക്യാർഡ് എന്ന് പറഞ്ഞ ആൾ. ഈ മുമ്പിൽ നിൽക്കുന്നൊരു സാധനം കണ്ടോ, ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാക്ടസ് ആണ്. എന്ത് ഭംഗിയല്ല ഇത് കാണാനായിട്ട്. ഇവിടെ ഒരു ബുക്ക് എക്സ്ചേഞ്ച് എന്നും പറഞ്ഞുകൊണ്ടൊരു ഡബ്ബ വെച്ചിട്ടുണ്ട്. പിന്നെ പഴയൊരു ഫ്രീസർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇയാളുടെ ഒരു ജങ്ക്യാർഡ് ഉണ്ട്. ഇതാണ് ഇവിടെ. ഇത് എന്തുകൊണ്ടല്ലോ ഇവിടെയും കാണാമല്ലോ, മറ്റേ മിസ്സിങ് വാട്ട് ഹാപ്പൻ ടു പാഡി എന്നും പറഞ്ഞുകൊണ്ട്
ഇവിടെ ഉണ്ടല്ലോ അത്. എനിക്ക് ഇവിടുത്തെ വൈബ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി കിട്ടില്ല സ്ഥലം. ടിംസ് ജങ്ക്യാർഡിന്റെ വേറെ ഒരു വിമാനം അപ്പുറത്ത് കിടപ്പുണ്ട്. ആഹാ, ഇത് കൊള്ളാലോ. ഫോർക്ക് ലിഫ്റ്റ്. ഇത് എവിടെ കൊണ്ടുപോയായിരിക്കും? ചിലപ്പോൾ വല്ല വെയർ ഹൗസോ അങ്ങനെ എന്തെങ്കിലും പരിപാടി ഇവിടെ ഉണ്ടാവും. ഇതാണ് ടിംസ് ജങ്ക്യാർഡ്. അങ്ങേരുടെയാണ് ഈ സംഭവങ്ങളെല്ലാം. ഇതും അങ്ങേരുടെ തന്നെയാണ്. ഇത് ആക്ച്വലി എൻഡാണ് ഇവിടെ. അതായത് എന്താ പറയാ, ഇവിടെ തിരിച്ചു പോകണം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. എൻഡിലുള്ള ഒരു സ്ഥലം. അതായത് ഹൈവേ നിന്ന് ഒരു 3 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. യു ഗോയിങ് ടു ഡാർവിൻ? ഐ ആം കമ്മിങ് ഫ്രം ഡാർവിൻ. Yeah. So I was in Darwin and I came to Catherine yesterday. Today I'll be staying in Tennant Creek and then I go to Alice Springs tomorrow. Yeah. And what are you going to do there? I need to go to Uluru. Yeah. So. Cool. Yeah. Nice. Where are you from? I'm from Brazil originally, but Okay. I was living in Queensland, in Yeppoon for the past. You're driving from Queensland? Yeah. Oh, alone? Yes. High five. I am also driving alone, but we both are going in the opposite direction. That's it. Okay. Was there a lot of water on the road? A little bit near to this, like near this area. That's it. After that, you're free. Alright, Yeah, that's good. a little 'Cause coming from down there, Yeah. because I was in 3 ways. Okay. Yesterday night. Uh-huh. So I started traveling today in the morning, and there was a lot of water on the road. Oh, from 3 And- ways. So I should be careful while going, right? Very Okay, fine. careful. Okay, fine. Go slow and. Okay. But tomorrow, well, you're gonna continue today, right? Maybe Yeah, I'm the gonna weather stay. will I'm go gonna down. stay in Tennant Creek today. Yeah. Okay. Enjoy your time. Bye. ഒരു കിടിലൻ പബ്ബ് കേട്ടോ ഇത്. അടിപൊളി. എന്തൊക്കെ സാധനങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ ക്യാരവൻ പാർക്ക് ചെയ്യണമെങ്കിൽ തന്നെ $45 കൊടുക്കണം. പവേർഡ് സൈറ്റ്, അൺപവേർഡ് സൈറ്റ് $30 എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ സ്റ്റിക്കറുകളൊക്കെയാണ് വെച്ചിരിക്കുന്നുണ്ടോ. ഇത് കിടില വൈബ്. ഓ മാൻ, ഇത് കിടു. ബ്രാ തൂക്കിയിട്ടിട്ടുള്ള ബാർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ബാറിൽ ബ്രാ തൂക്കിയിട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ക്രോക്കഡൈൽ സ്കിന്നുണ്ടോ? ക്രോക്കഡൈൽ സ്കിന്ന്, പിന്നെ കുറേ ID കാർഡ്സ് പോലത്തെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ. ഒരു ആളുകളുടെ ID കാർഡും ഡ്രൈവിംഗ് ലൈസൻസ് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയതാണോ കളഞ്ഞു പോയതാണോ എന്ന് എനിക്കറിയത്തില്ല. ഒരു ആളുകളുടെ ഡ്രൈവിംഗ് ലൈസൻസ് സംഭവങ്ങളൊക്കെയാണ് കണ്ടില്ലേ. ഇവിടെ ഇതൊരു ബാറാണ്. ബ്രാ തൂക്കിയിട്ടിരിക്കുന്ന ബാർ നമുക്ക് വെറൈറ്റിയാണ്. ഇവിടെ തൊപ്പി തൂക്കിയിട്ടിട്ടുണ്ട് മേളിൽ. പിന്നെ ഇവിടെ ബാഡ്ജസ് ഉണ്ട്. പിന്നെ ഒരു ചെറിയ കടയും കൂടിയാണ്. എല്ലാ സംഭവങ്ങളും കിട്ടും. വേണ്ട കാര്യങ്ങളൊക്കെ അത്യാവശ്യം വേണ്ട സംഭവങ്ങളൊക്കെ കിട്ടും. ഇഫ് യു നീഡ് സംതിങ്. ബട്ട് ഐ ലൈക്ക് ദിസ് മാൻ. അകത്തൊരു കാട്ടുപോത്തിനെ കണ്ടോ? എൻ്റെ പോലെ കിട്ടിയില്ല സെറ്റപ്പ്. വേറെ ഒന്നും ഇല്ലെങ്കിലും കള്ള് കിട്ടും. അത് എവിടെ പോയാലും കിട്ടും. ഇവിടെ ഫ്ലാഗ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ്, ഭാരത് ജയ് ഹിന്ദ് എന്നൊക്കെ പറഞ്ഞു. ഓ അത് തകർത്ത്. ഏതോ ഇന്ത്യക്കാരൻ കൊണ്ടും തൂക്കിയായിരിക്കും. ഇവിടെ ഒരു പൂളൊക്കെ ഉണ്ട്. പിന്നെ ഒരു കടയുണ്ട്. കടയിൽ അത്യാവശ്യം വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടും. വാഹ് മാൻ, ഇത് പൊളിച്ച്. ശരി, വേണം ഇവിടെ ഇന്ന് താമസിക്കായിരുന്നു. ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇവിടെ താമസിച്ചാൽ മതിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഈ സ്ഥലം. ഇവിടെ ആക്ച്വലി $80-90 മുതൽ $200 വരെയുള്ള റൂംസ് ഒക്കെ അവൈലബിൾ ആണെന്ന് പറഞ്ഞു അവരെന്നോട് ഞാൻ ചോദിച്ചപ്പോൾ. സോസേജ് ഡോഗ് ഉണ്ട് ഇവിടെ. അതിനെ ഫീഡ് ചെയ്യാം. പിന്നെ ഇപ്പോൾ ഹോഴ്സ് ആൻഡ് പോണി റൈഡ് ഉണ്ട്. പിന്നെ ഇതൊരു വലിയ റെസ്റ്റോറൻറ്റും കൂടിയാണ് കേട്ടോ. എല്ലാ സെറ്റപ്പും ഉണ്ട്. എൻ്റെ ദൈവമേ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ നിന്നാൽ മതിയായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. ലുക്സ് ലൈക്ക് ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വൈകുന്നേരങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ആരെങ്കിലും ഈ വഴിക്ക് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ താമസിക്കാൻ ശ്രമിക്കുക. ഇത് ഒരു കിടില സ്ഥലമാണ്. ചെരുപ്പൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടോ നോക്കിയേ. ചെരുപ്പ്, ഷൂസ്, ഓരോ സ്ഥലങ്ങൾ, സംഭവങ്ങൾ അവിടെ നമ്പർ പ്ലേറ്റ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. എന്തായാലും ഉള്ള സെറ്റപ്പിൽ ഒരു ചെറിയൊരു ഗ്രാമം, ആ ഗ്രാമം ഇങ്ങനെ വളരെ മനോഹരമായിട്ട് റെഡിയാക്കി എടുത്തിരിക്കുകയാണ് എല്ലാ പരിപാടികളും വെച്ചിട്ട്. അതും ഭയങ്കര ഒരു എന്താ പറയുക, ഉള്ള ലിമിറ്റഡ് സാധനങ്ങൾ വെച്ചിട്ടാണ് എല്ലാ സംഭവങ്ങളും ചെയ്തിരിക്കുന്നത്. ടോയ്ലറ്റ് കണ്ടില്ലേ, അതുപോലെ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കി. പലകയൊക്കെ വെച്ച് മറ്റേ തുരുമ്പെടുത്ത ഷീറ്റൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ടോയ്ലറ്റൊക്കെ വെച്ചിരിക്കുന്നത്. അടിപൊളി. ഞാൻ മറ്റിടത്ത് റൂം ബുക്ക് ചെയ്തു. ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നിവിടെ താമസിച്ചേനെ. എനിക്ക് ആ പൂളും പിന്നെ ഈ ഒരു സെറ്റപ്പൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് നൈസ്. ബട്ട് ഐ മിസ് ദിസ് പ്ലേസ്. ഇറ്റ്സ് ഓക്കെ. ഡെയിലി വാട്ടേഴ്സ് വാസ് റിയലി നൈസ് മാൻ. ഐ മിസ് ദിസ് പ്ലേസ്. അപ്പോൾ നമ്മൾ ഇനി 400 കിലോമീറ്റർ കൂടി ഇന്ന് ഡ്രൈവ് ചെയ്യാനുണ്ട്. 4 മണിക്കൂറാണ് കാണിക്കുന്നത്. 400 കിലോമീറ്റർ കൂടെ ഡ്രൈവ് ചെയ്യാനായിട്ട്. ആൻഡ് വി ക്യാൻ ഗോ. അത് കിടില സ്ഥലമായിരുന്നു കേട്ടോ. അവിടെ ഇത് മാത്രമേ ഉള്ളൂ. അതായത് ഡെയിലി വാട്ടേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഫുൾ ഓഫ് ടിംസ് പ്ലേസ്.